ദൈവനാമം മഹത്വപ്പെടട്ടെ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം. വിശിഷ്ടമായവയിൽ മനസ്സ് വ്യാപരിക്കട്ടെ. യവനകാലത്തറിയപ്പെട്ടിരുന്ന സന്മാർഗ തത്വങ്ങളുടെ പട്ടികയാണ് അപ്പോസ്തലൻ ഫിലിപ്പിയർ 4:8 കൊടുത്തിരിക്കുന്നത്. സത്യം ദൈവസ്വഭാവവും ദൈവനിയമവുമാണ്. സെംന എന്ന ഗ്രീക്ക് വാക്കിന് വന്നിക്കാത്തത് അഥവാ ഘനമായത് എന്നാണ് അർത്ഥം. സ്വഭാവ വൈശിഷ്ട്യം മൂലം മറ്റുള്ളവർ വന്നിക്കത്തക്ക നില കൈവരിക്കുന്നതാണ് ഘനമായവ എന്നതുകൊണ്ട് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്തു കൂടി ദൈവനീതി, നിർമ്മലത, സദ്ഗുണം, രമ്യതയുടെ ആവശ്യകത എന്നിവ വെളിവാകുന്നു. ദൈവത്തോടും സൃഷ്ടികളോടും തന്നോട് തന്നെയും കടപ്പെട്ടിരിക്കുന്ന ചുമതലകൾ യഥായോഗ്യം നിർവഹിക്കുന്നതാണ് ദൈവനീതിയെങ്കിൽ, ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലുമുള്ള കളങ്കമില്ലായ്മയാണ് നിർമ്മലത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സദ്ഗുണമെന്നത് പൊതുവായ നന്മയെ ലാക്കാക്കിയുള്ള ജീവിത ശൈലിയാണ്. അത് പുകഴ്ച അഥവാ സ്തുതിവചനങ്ങൾ പറയുവാൻ കാരണമായി തീരുന്നതാണ്. വിവിധ സാഹചര്യങ്ങളിൽ നാം ഉൾപ്പെടുമ്പോൾ അവിടെയെല്ലാം ഒരുമിപ്പ് അഥവാ രമ്യത കണ്ടെത്തുവാൻ മേൽപ്പറഞ്ഞ ഗുണങ്ങളായ ദൈവനീതി, നിർമ്മലത, സദ്ഗുണം എന്നിവ ഉപയോഗിച്ചുകൊണ്ട് നാം ആന്തരികമായി രൂപാന്തരപ്പെടുകയും അതിലൂടെ നമ്മുടെ സ്വഭാവ നന്മയെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുവാൻ ഇടവരികയും ചെയ്യട്ടെ. അതായത് മാറ്റം ഉള്ളിൽ നിന്നുണ്ടാകണം എന്നർത്ഥം. പൗലോസ് അപ്പോസ്തലൻ ഈ നിർദ്ദേശങ്ങളെല്ലാം നൽകിയതിനു ശേഷം താൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളവയിൽ നിന്നും ഇതൊന്നും വ്യത്യസ്തമല്ല എന്ന് വ്യക്തമാക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമായുള്ള ശത്രുത്വം അവസാനിപ്പിക്കുന്ന ഐക്യത്തിൽ വസിക്കുക എന്ന അർത്ഥത്തിലാണ്. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. അതായത് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരുവിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ദൈവ ഇഷ്ടവും മനുഷ്യ ഇഷ്ടവും ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് സമാധാനത്തിൻ്റെ ദൈവം നമ്മോടുകൂടെ വസിക്കുക എന്നത്. ഇതാണ് റോമർ 8:7 പറയുന്ന ക്രിസ്തീയ സമാധാനത്തിൻ്റെ അർത്ഥം. ദൈവേഷ്ടത്തിന് വിപരീതമായി നമ്മുടെ ഇഷ്ടം നിലകൊള്ളുമ്പോഴാണല്ലോ സമാധാന ഭഞ്ജനം ഉണ്ടാകുന്നത്. ദൈവഹിതവും മനുഷ്യഹിതവും ഒന്നായിത്തീരുമ്പോൾ അത് ഗത്സമനയിലെ അനുഭവമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശുദ്ധീകരണം തുടങ്ങുകയാണ്. അതിനാൽ ദൈവസമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശുദ്ധീകരണത്തിലായി തീരട്ടെ എന്നർത്ഥം. വിശുദ്ധ കുർബാനയിൽ ദൈവസമാധാനം നൽകുമ്പോൾ വിശ്വാസി ശുദ്ധീകരണത്തിലേക്ക് വളരുന്നു എന്ന സത്യം തിരിച്ചറിയുക. വിശുദ്ധനായ ദൈവം അശുദ്ധിയിൽ വസിക്കില്ലല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചതെന്ന് 1 തെസ്സലോനിക്കർ 4:7 ഉറപ്പിച്ചു പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗത്താലും അവിടുന്ന് ചീന്തിയ രക്തത്താലും നീതീകരണം പ്രാപിച്ച ദൈവജനം വീണ്ടും അശുദ്ധിക്കടിമകളായാൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ തന്ന ദൈവത്തെ തന്നെ നാം തുച്ഛീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുണ്ടാകരുത്. ജീവനും ജീവിതവും ശ്രദ്ധയോടെ വിശുദ്ധിയോടെ ഉപയോഗിക്കുക. സ്വർഗരാജ്യത്തിലെ പൗരത്വം, ജീവപുസ്തകത്തിലെ പേരും നഷ്ടമാക്കരുത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.